Hi friends, ഇത് റീന വി ജോർജ് ഫ്രം RVG Insights. വെൽക്കം all of you. ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയില്ലേ? ഇന്നത്തെ വീഡിയോയിൽ ഫ്യൂച്ചർ ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്തായിരിക്കും എന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. 2025 ഇന്ത്യൻ ഇലക്ട്രിക് വെഹിക്കിൾസ് വിപണി മുൻപെങ്ങുമില്ലാത്ത വിധം വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി EVs മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നതിനാൽ കാർ പ്രേമികൾ ഇലക്ട്രിക് വാഹനങ്ങൾ സെലക്ട് ചെയ്യുന്നതിന് മുൻപത്തേക്കാൾ ഉത്സുകരായിരിക്കുന്നു. കൂടുതൽ ഇന്ത്യൻസ് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. 2024 റെക്കോർഡ് ബ്രേക്കിംഗ് സെയിൽസ് 2025 വളരെ വേഗത്തിൽ വർദ്ധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഫ്യൂച്ചർ EVയുടേതാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. എന്തൊക്കെയാണ് ഇതിനുള്ള കാരണങ്ങൾ? 1. കൂടുന്ന പെട്രോൾ ഡീസൽ വില. 2. ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ വളരെയേറെ ഇംപ്രൂവ് ചെയ്തിരിക്കുന്നു. ഹൈവേകളിലും മോളുകളിലും ഓഫീസ് സ്പേസുകളിലുമെല്ലാം ഫാസ്റ്റ് ചാർജിംഗ് ഓപ്ഷൻസ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. ഹോം ചാർജിംഗ് ഓപ്ഷൻസും അതുപോലെ തന്നെ ഓവർനൈറ്റ് ചാർജിങ്ങും വളരെ ഹെൽപ്ഫുള്ളാണ്. 3. കാര്യം, ഇന്ത്യൻ ഉപഭോക്താക്കൾ എൻവയോൺമെൻ്റൽ പൊല്യൂഷനെ കുറിച്ച് കൂടുതൽ ബോധവാന്മാരായിരിക്കുന്നു. 4. ഫെയിം 2 സ്കീം, അതായത് ഫാസ്റ്റ് അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾസ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമാണ് ഇത്. EV വളർച്ചയ്ക്ക് വളരെയേറെ സഹായിക്കുന്നു. കൂടാതെ അടുത്ത 6 മാസത്തിനുള്ളിൽ രാജ്യത്തെ EV വാഹനങ്ങളുടെ വില പെട്രോൾ വാഹനങ്ങൾക്ക് തുല്യമാകുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഉറപ്പ് കൂടുതൽ പ്രതീക്ഷ നൽകുന്നു. അതോടൊപ്പം തന്നെ വിൽക്കുന്നവർക്കും മാനുഫാക്ചർ ചെയ്യുന്നവർക്കുമുള്ള ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ, കൂടാതെ ഇന്ത്യൻ ഗവൺമെൻറ് പോളിസീസ് EV വളർച്ചയെ ബൂസ്റ്റ് ചെയ്യുന്നു. GST 5% മാത്രം. EV ലോൺ ഇൻട്രസ്റ്റിന് ഇൻകം ടാക്സ് ഡിഡക്ഷൻ ഉണ്ട്. കൂടാതെ ഡൽഹി, മഹാരാഷ്ട്ര, ഗുജറാത്ത് പോലെയുള്ള പല സ്റ്റേറ്റുകളിലും പർച്ചേസ് സബ്സിഡി, റോഡ് ടാക്സ് എക്സംഷൻ, ഫ്രീ രജിസ്ട്രേഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങളുമുണ്ട്. 5ാമത്തെ റീസൺ, EV ബാറ്ററി ടെക്നോളജി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇന്ത്യൻ EVs ലിഥിയം അയോൺ ബാറ്ററിയിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റ് ബാറ്ററീസിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോളിഡ് സ്റ്റേറ്റ് ബാറ്ററിയുടെ ഗുണങ്ങൾ: 1. ഹയർ എനർജി ഡെൻസിറ്റി. 2. ഫാസ്റ്റർ ചാർജിംഗ്. 3. ലോങ്ങർ ലൈഫ് സ്പാൻ. 4. എൻഹാൻസ്ഡ് സേഫ്റ്റി. അടുത്ത റീസൺ, റേഞ്ച് ആങ്സൈറ്റി വലിയൊരു പ്രശ്നമായിരുന്നു. പക്ഷെ ഇപ്പോൾ 300 കിലോമീറ്റർ മുതൽ 700 കിലോമീറ്റർ വരെ റേഞ്ച് ഒരു സിംഗിൾ ചാർജിൽ നിന്ന് ലഭിക്കുന്നു എന്നതാണ്. 7ാമത്തെ റീസൺ, ഇലക്ട്രിക് വെഹിക്കിൾസ് ഏകദേശം 1.5 രൂപയ്ക്ക് 1 കിലോമീറ്റർ ഓടുമ്പോൾ പെട്രോൾ ഡീസൽ കാറുകൾ 8 മുതൽ 10 വരെ രൂപ ചിലവാക്കുന്നു. ഇത് 80% സേവിങ്സ് നൽകുന്നു. 8ാമത്തെ റീസൺ, EVസിന് മെയിൻ്റനൻസ് ചാർജ് വളരെ കുറവാണ്. ഓയിൽ ചേഞ്ചിങ്, ഗിയർ ബോക്സ് റിപ്പയറിംഗ് എന്നിവയൊന്നും ചിന്തിക്കേണ്ടതില്ല. ഇന്ത്യൻ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഫ്യൂച്ചർ വളരെ പ്രോമിസിംഗ് ആണ് എങ്കിലും വെല്ലുവിളികൾ നിറഞ്ഞതാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന വളർച്ച എങ്ങനെയാണ്? 2030 ആകുമ്പോഴേക്കും വിൽക്കുന്ന കാറുകളുടെ 30% EVകളായിരിക്കും. ഇലക്ട്രിക് 3 വീലേഴ്സും 2 വീലേഴ്സും 50-70% അഡോപ്റ്റ് ചെയ്തിരിക്കും. PM E-ബസ് സ്കീം പോലെയുള്ള സ്കീംസ് ബസ്സസ് ആൻഡ് പബ്ലിക് ട്രാൻസ്പോർട്ടിലും വലിയ പ്രതീക്ഷ നൽകുന്നു. 2040 ആകുമ്പോഴേക്കും 5.9 മില്യൺ ഇലക്ട്രിക് വെഹിക്കിൾസ് ഓരോ വർഷവും ഇന്ത്യൻ നിരത്തുകളിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ EV കാറുകളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണുന്നത് വരെ ബൈ.